ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ നീതു എന്ന് പറയുന്ന പെൺകുട്ടി വീട്ടിലേക്ക് വരിക. അപ്പോൾ നിധിയും ഇവരെല്ലാവരും നോക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി വീട്ടിലേക്ക് കയറി വരുന്നു. അപ്പോൾ കയറി വന്ന് ഇങ്ങനെ കരയാം. എന്തോ കുട്ടി എന്തിനെ കരയണേ എന്ന് സുഭാഷ് ചോദിച്ചു. അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. നീതു, ദേ ഇനി നിന്റെ ചേട്ടൻ്റെ പിന്നാലെ എൻ്റെ പട്ടി നടക്കുവാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് നികേഷിനോടാണ് പറയുന്നത്. ഹലോ, പറയുന്നത് കേട്ടോ, അവൻ പറഞ്ഞിട്ടാണ് ഇയാൾ അവൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് കേൾക്കും തോന്നുമല്ലോ എന്നൊക്കെ സുധീഷ് ഇങ്ങനെ പറയും. മിണ്ടായിരിക്കടാന്ന് സുഭാഷ്. അപ്പോൾ ഹരീഷിൻ്റെ കാര്യം പറയുന്നതെന്ന് ഇവർക്ക് മനസ്സിലായി. അന്നേരം സുഭാഷ് ചേട്ടൻ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ എന്തോന്ന്, അവനോട് മിണ്ടരുത്, അവൻ്റെ ഷോപ്പിൽ പോകരുതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അച്ഛൻ എന്നെ എത്ര അടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ എന്ന് സുഭാഷ് പറഞ്ഞു. സുധീഷ് അന്നേരം ഇങ്ങനെ നോക്കുക. ദേ എത്ര അടി വാങ്ങിയിട്ടും വീട്ടുകാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലില്ല എന്നും പറഞ്ഞു നികേഷ് ഇങ്ങനെ നിൽക്കുന്നു. സുധീഷ് ഇങ്ങനെ നിൽക്കുന്നു, നിധി ഇങ്ങനെ നിൽക്കുന്നു. നിധി അന്തം വിട്ടാൻ നിൽക്കുന്നത്. ഒരു നാണോ ഇല്ലാതെ ഇവിടെ വരെ വന്ന എന്നോട് മിണ്ടാൻ അവനോട് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ദേ പറഞ്ഞിട്ടില്ലേ സുഭാഷ് ഏട്ടാന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൻ എന്നോട് അങ്ങനെ ചോദിക്കാൻ കൊള്ളാവോ എന്ന് ചോദിച്ചു. ഇവർക്കൊക്കെ ഒന്നും മനസ്സിലാകുന്നില്ല എന്ത് ചോദിച്ചെന്ന്. അങ്ങനെ എന്താ ചോദിച്ചതെന്നൊന്ന് പറ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ്. അപ്പം നിധിയും വന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ്റെ പറഞ്ഞ കാര്യം പറയുകയാണ്. അവൻ അങ്ങനെ പറയാൻ കൊള്ളാവോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അവനോടുള്ള ഇഷ്ടം എത്ര മാത്രമാണെന്ന് അറിയാവോ? ഞാൻ അവനോട് ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ അടിച്ചോടിച്ചു. അന്ന് തുടങ്ങിയ ക്രഷാ അറിയാവോ എന്നൊക്കെ നിധിയോട് ഇവരോടും പറയപ്പോൾ അത് കേട്ടപ്പോൾ നിധിക്ക് ചിരി വന്നേ. സുധീഷൊക്കെ നിന്ന് ഇങ്ങനെ ചിരിക്കുക. അപ്പം നമ്മുടെ നികേഷ് എൻ്റെ അഞ്ജനയാ എന്ന് പറഞ്ഞ് നിൽക്കുക. ഒന്നെങ്കിൽ അവൻ എന്നെ മനസ്സിലാക്കും, തിരിച്ചെന്നോട് ഇഷ്ടം കാണിക്കുമെന്ന് വിചാരിച്ച് ഇത്രയും കാലം ഞാൻ നടന്നു. പക്ഷേ അവനെന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് അറിയാമല്ലോ എന്നും നീതു പറയാം. എന്നിട്ട് അവൻ എന്നോട് ഇത് ചോദിക്കാവോ? അപ്പോൾ എനിക്ക് എന്ത് സങ്കടം വന്നെന്ന് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാര്യം പറ, അവൻ എന്താ പറഞ്ഞത്? അവൻ എന്നോട് ചോദിച്ചത് എന്താണെന്ന് അറിയാവോ? അവൻ എന്നോട് ചോദിക്കുക, സുഭാഷേനെ കല്യാണം കഴിച്ച് എന്നോട് ഈ വീട്ടിലേക്ക് വരുമോന്ന്. ആദ്യം ഞാൻ വിചാരിച്ചത് അവൻ എന്നെ വിവാഹം കഴിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്ന് പറയാനാണ്. പക്ഷേ അവനിങ്ങനെ എന്നോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീതു ഇങ്ങനെ പറയാം. എൻ്റെ ദൈവം, ഇവനെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ഇങ്ങനെ നിൽക്കുന്നു. അവൻ എന്തൊരു പണിയായി കാണിച്ചെന്ന് ചോദിച്ചു സുഭാഷ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും നികേഷും സുധീഷും കൂടെ ഭയങ്കര ചിരി പൊട്ടിച്ചിരിക്കുക. അപ്പോൾ സുഭാഷും നിധിയും അതുപോലെ നീതുവും അന്തം വിട്ടിങ്ങനെ ഇവർ രണ്ടുപേരും നോക്കുക. അപ്പോൾ എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിച്ചു നീതു. എന്നെ കളിയാക്കിയിട്ട് എന്താ കാര്യം? അവനല്ലേ ഇത് ചോദിച്ചത് എന്നൊക്കെ നീതു ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര ചിരി. അല്ലേ, മോളി ചിലപ്പോൾ തെറ്റിക്കേട്ടായിരിക്കും എന്ന് പറഞ്ഞു സുഭാഷ് ഏട്ടൻ. അപ്പോൾ ഇല്ല സുഭാഷ് ഏട്ടാ, അവൻ അങ്ങനെ തന്നെ എന്നോട് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും നീതു പറയുന്നു. ഇവർ നിന്ന് ചിരിയും തുടങ്ങി. ചിരിയോട് ചിരി. ഇത് കേട്ടപ്പോൾ നമ്മുടെ നിധി അന്തം വിട്ട് നിൽക്കുക. എനിക്ക് എൻ്റെ വീടിനെ പറ്റി നന്നായിട്ട് അറിയാമല്ലോ. അവിടെ കഴിയാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത സ്ഥിതിക്ക് എൻ്റെ ചേട്ടനെ കെട്ടി അവിടെ സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്നാണ് എന്നോട് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ പക്ഷേ എന്തോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക. അങ്ങനെ നമ്മുടെ നീതു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ സങ്കടത്തോട് പറയാം. സുഭാഷ് ചേട്ടനെ കല്യാണം കഴിക്കാൻ പറയും. എനിക്ക് എന്താ തോന്നുക എന്നൊക്കെ ഇങ്ങനെ നീതു ചോദിക്കാം. ചെറ്റ, മരപ്പൊട്ടൻ, കടുപ്പൊട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര കരച്ചില്ല. അപ്പോൾ സുധീഷും നികേഷും കൈ അടിച്ച് ചിരിക്കുക. ഞാൻ അവനോട് എൻ്റെ മൂത്ത് ചേച്ചി കെട്ടിയിട്ടില്ല, നീ കെട്ടിക്കൊള്ളാൻ പറഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്ന് നീതു തിരിച്ചു ചോദിച്ചു. ഞാൻ നേരത്തേക്കൊന്ന് നിധി ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇതിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. പാറ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞിങ്ങനെ ആ കൊച്ചു പറയുമ്പോൾ പാറാന്ന് പറഞ്ഞു എനിക്ക് സുധീഷ്. അല്ല ഞാൻ ഇതിനകത്ത് ഇപ്പോൾ എന്ത് പറയാനാ എന്നൊക്കെ സുഭാഷ് നേരം നിന്നിങ്ങനെ ചോദിക്കുക. അത് പാവ ഉരുക്കി തീർന്നിങ്ങനെ നിൽക്കുക കേട്ടോ. കഴിഞ്ഞു, ഇതോടെ എല്ലാം തീർന്നു. ഇനി അവനുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. എന്തായാലും അവൻ്റെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായല്ലോ, അത് മതി എന്നും പറഞ്ഞുകൊണ്ട് നീതു ഇങ്ങനെ വരിക. നീതു എന്നിട്ട് സുഭാഷിനെ അടിമുടി നോക്കുക. പാവ സുഭാഷ് വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് അവിടെ ഇരുന്ന് കുറേ വെള്ളം എടുത്ത് കുടിച്ചിട്ട് നീതു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതെന്താ ഇപ്പോൾ സംഭവിച്ചിട്ട് പോയത്? ഇച്ചിരി ഓവറായിപ്പോയില്ലേ? ഇച്ചിരിയോ? അധികം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ് അവനിങ്ങ് വരട്ടെ. ആ കുട്ടി പറഞ്ഞതുപോലെ പൊട്ടനവൻ, വെറും പൊട്ടൻ, കടുപ്പൊട്ടൻ, മരപ്പൊട്ടൻ അവൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷ് ഇങ്ങനെ നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹരീഷ് വീട്ടിലേക്ക് വന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. എന്താണ് ആരും ഒന്നും മിണ്ടാത്തെ? അപ്പോൾ നമ്മുടെ സുധീഷ് ഇരുന്ന് ചിരിയാ. ഇയാൾക്കിതെന്താ, ഇയാളിരുന്ന് ചിരിക്കണം എന്തിനാണെന്ന് ചോദിച്ചു. നിധിയും അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കും കേട്ടോ. അപ്പോൾ എടോ ഇയാൾക്കെന്താ ചിരിവള്ളി വല്ലതും പൊട്ടിപ്പോയോ എന്നാണ് നമ്മുടെ ഹരീഷ് ചോദിച്ചത്. അപ്പോൾ സ്ക്രൂ ഇച്ചിരി ഇളകി കിടക്കും, അത് ആർക്കാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഹരീഷയുടെ പ്ലേറ്റ് എടുത്ത് തിരിച്ചു വെച്ചല്ലേ, കൊള്ളാം, അത് സൂപ്പറായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞു നികേഷ്. അല്ല എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നീതുവിൻ്റെ കാര്യം പറഞ്ഞു. അല്ല അവൾ ഓടി ഇങ്ങോട്ട് വന്നു. എടാ വിവരമില്ലാത്ത കഴുതേ എന്ന് ചോദിച്ചു സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു. അയ്യോ കഴുതേന്ന് മാത്രം വിളിച്ചാൽ പോരാ, വേണമെങ്കിൽ കഴുതേ എന്നാക്കിക്കോ, അപ്പോൾ കറക്റ്റ് ആയിരിക്കുന്നു സുധീഷ്. എടാ പെണ്ണിനോട് അങ്ങനെയാണോടാ പോയി പറയേണ്ടതെന്ന് സുഭാഷ് ചോദിച്ചു. എടാ നിന്നോട് കെട്ടാവോ എന്ന് ചോദിച്ചവളോട് ചേട്ടനെ കെട്ടാവോ എന്ന് ചോദിച്ച പോഴാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുക. എന്തെങ്കിലും ഒരു ന്യായം ഇതിനകത്തൊക്കെ വേണ്ടേടാ.
എടാ ആ പെണ്ണിൻ്റെ പ്രായം എത്ര, എൻ്റെ പ്രായം എത്രയാടാ, ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോടാ നീ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരീഷിനോട് സുഭാഷ്. അപ്പം നിധി ഇതൊക്കെ കേട്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്ന് തറ തുടയ്ക്കാം. അപ്പം ക്ഷമിക്കടാ നികേഷേ, ചിരി മതിയാക്കടാ എന്ന് പറഞ്ഞ് നിധി ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും സുധീഷും ഭയങ്കര ഇവൻ ചെയ്തതോർക്കും എങ്ങനെ ചിരിക്കാതിരിക്കും നിധി എന്ന് ചോദിച്ചു വീണ്ടും ചിരിക്കും. അപ്പോൾ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നികേഷും പിന്നെയും ചിരി തുടങ്ങി. അങ്ങനെ ഹരീഷിനെ കളിയാക്കി അവർ ചിരിക്കുമ്പോൾ നിധി അത് സമ്മതിക്കുന്നില്ല. നിധി നിർത്താൻ പറഞ്ഞു. പാവ ഹരീഷ് ചമ്മി പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞ് തലക്കെട്ടടിച്ച് പോയി ഇങ്ങനെ നിൽക്കുക. അതേടാ ഒന്ന് നിർത്താൻ പറഞ്ഞു സുഭാഷ്. മതി, ഇവനെ എന്നാന്നാ വിളിക്കേണ്ടി, ഇവൻ ലോക പോട്ടനാന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ നിൽക്കുമ്പോൾ നിധി ഒരൊറ്റ നോട്ടം. പിന്നെ സുധീഷ് അനങ്ങിയിട്ടില്ല. നിധി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നിട്ട് ഹരീഷേ നീ വാ, ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാൻ, കൈ കഴുകിയിട്ട് വരാൻ പറഞ്ഞു. ഹരീഷ് ആണെങ്കിൽ ആകെ ചമ്മി നിൽക്കുവാട്ടോ. നീ അത് വിട്, എന്തോ പെട്ടെന്ന് അവളോട് അങ്ങനെ ചോദിച്ചു പോയി എന്ന് നീ വിചാരിച്ചാൽ മതി എന്ന് പറയുമ്പം അത് പിന്നെ ഏട്ടത്തി നീ ഇത് ഇവിടെ വന്നിട്ട് ഇത് പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമ്മുടെ ഹരീഷ് പറയുമ്പോൾ ആ കുട്ടി ഒരുപാട് സങ്കടപ്പെട്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അയ്യോ ഞാൻ ചോദിച്ചത് ഇത്ര വലിയ തെറ്റായി പോയായിരുന്നോ, എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. സുഭാഷ് ഏട്ടന് വേണ്ടി ആലോചിച്ച കല്യാണം നടക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് നടക്കാതെ പോയപ്പോൾ ആകെ വിഷമമായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ അവളോട് അങ്ങനെ സംസാരിച്ചത്. നാട്ടുകാർ ചിലരത് വീണ്ടും വീണ്ടും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണെന്ന് പറയുമ്പോൾ അങ്ങനെ നീ അവളോട് ചോദിച്ചാൽ അവൾ എന്ത് വിചാരിക്കും? പക്ഷെ ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അതിനത് സഹിക്കാൻ പറ്റുമോ? അവൾക്ക് ഹരീഷിനോട് ഇഷ്ടമുണ്ടെന്ന് ഹരീഷിന് അറിയാത്ത കാര്യമാണോ? അല്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഹരീഷ് അത് തിരിച്ചു ചോദിച്ചാൽ ശരിയായോ? ഇല്ലല്ലോ. ഹരീഷിൻ്റെ പുറകെ അവളിങ്ങനെ നടക്കുന്നത് അവളുടെ ഉള്ളിൽ ഹരീഷിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? അങ്ങനെയുള്ള അവളോട് ചേട്ടനെ കെട്ടിക്കോളാൻ പറയുന്നത് ശരിയാണോ എന്ന് നിധി ചോദിക്കാം. അപ്പോഴാണ് ഹരീഷിന് തൻ്റെ തെറ്റും മനസ്സിലായത്. ശരിക്കും ആ സ്നേഹത്തെ ഹരീഷ് ഏത് കണ്ണോടെയാണ് കണ്ടത്? അവളെ ഇഷ്ടമല്ല എന്ന് ഹരീഷ് പറയുമ്പോൾ ആ ഇഷ്ടത്തെ ഹരീഷ് നിരസിക്കുന്നത് അല്ലെങ്കിൽ അവഗണിക്കുന്ന കാര്യം അവൾക്ക് മനസ്സിലാകും. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും സഹിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി അതെല്ലാം വിട്ടേക്കാം, ഇനി അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ആ കുട്ടിക്ക് ഹരീഷിനോട് ഇഷ്ടമുള്ളതുപോലെ ഹരീഷിന് തിരിച്ച് ആ കുട്ടിയോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹരീഷിന് ഇഷ്ടമാണ്. ഹരീഷ് അത് നിധിയോട് പറയുകയും ചെയ്തു. ശരി, ഓക്കെ, ഇനിയിപ്പോൾ ഇതിനെ പറ്റിയൊരു സംസാരം വേണ്ട, വരാൻ പറഞ്ഞു. അങ്ങനെ നിധി എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഹരീഷ് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക. അത് ഇനി രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നീതുവിൻ്റെ വീട് തപ്പി ഹരീഷ് പോവുക. അപ്പം നീതു ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ നീതു അവിടെ ഇങ്ങനെ അടിച്ചു വാരി വേസ്റ്റൊക്കെ വാരിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും ഹരീഷ് എന്ന് മതിലിൽ അവിടെ ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും സുധീഷ് അതുവഴി വന്നു. നീ എന്താടാ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ചെന്നു കേട്ടോ. നീങ്ങ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് പിടിച്ചു വലിച്ച് ഹരീഷിനെ കൊണ്ടുപോവുക. എന്താടോ ഇവിടെ എന്താടാ വന്ന് നിൽക്കുന്നത്? ഞാൻ പേടിച്ചു പോയല്ലോ. ഇവിടെ എന്താ കാര്യം എന്നാ ചോദിച്ചാൽ ഞാനിപ്പോൾ വന്നോളൂ. എന്തിനു വന്നു? അതൊന്നുമില്ല, അത് പിന്നെ വെറുതെ കാറ്റ് കൊള്ളാനായിട്ട്. കാറ്റ് കൊള്ളാനോ? ബൈക്കിൽ ഈ വീടിൻ്റെ മുന്നിൽ വന്ന് നിന്നാണോടാ നീ എന്നും കാറ്റ് കൊള്ളുന്നതെന്ന് സുധീഷ് അന്നേരം ഹരീഷിനോട് ചോദിച്ചു. നീ അകത്തേക്ക് എത്തി നോക്കുന്നത് ഞാൻ കണ്ടല്ലോ. ആരാടാ നോക്കുന്നേ? ആരെ നോക്കി? ഞാൻ ആരെയും നോക്കിയൊന്നുമില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നിയതാണെന്ന് ഹരീഷ്. അപ്പം ഞാൻ കണ്ടതാണല്ലോടാ. ഇല്ലെന്നേ. എടാ സത്യം പറ, നീ നീതുവിനെ കാണാൻ വേണ്ടി വന്നല്ലേടാ? അല്ല. അപ്പോഴത്തേക്ക് സുധീഷ് ചിരിച്ചു. ചേട്ടനെ കല്യാണം ആലോചിച്ചതിന് സോറി പറയാൻ വന്നതായിരിക്കും അല്ലേ? ഞാൻ അവളെ കാത്തു നിൽക്കുമൊന്നുമല്ല. ഒന്ന് പോടാ വെറുതെ കഥയിറക്കല്ലേ. വേണ്ട എന്ന് പറഞ്ഞു സുധീഷ്. പടപടപ്പുണ്ട്, ചങ്ക് കിടന്ന് പടപടാന്ന് ഇടിക്കുന്നുണ്ടല്ലോ. പറയടാ, ആ കുമാർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് വന്നാ. ഓ അപ്പം ശരി, നീതുവിൻ്റെ വീടിൻ്റെ മുന്നിൽ കാത്തു നിൽക്കാമെന്ന് നീ കുമാറിനോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എടാ കള്ളം പറയാൻ അറിയില്ലെങ്കിൽ പറയാൻ നിൽക്കരുത്. ഇല്ല, എനിക്ക് തൻ്റെ അത്ര കഴിവില്ല. ഒന്ന് പോയെന്ന് പറഞ്ഞിട്ട് സുധീഷിനെ ഉന്തി തള്ളി പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ ഹരീഷ് അവിടെ നിൽക്കുക. പക്ഷേ സുധീഷ് ആരാ പോലും പറഞ്ഞു. സുധീഷ് പോകുന്നത് പോലെ അഭിനയിച്ചിട്ട് അപ്പുറം മതിലിൻ്റെ ചോട്ടിൽ പോയി നിൽക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഹരീഷ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം നീതു അങ്ങോട്ടേക്ക് വന്നു. നീതു എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. നീയോ? നിൻ്റെ പിന്നാലെ നടന്നെന്ന് ആലോചിച്ച് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. നീ ഇതിന് ഇവിടെ വന്ന് നിൽക്കുന്നത്? അപ്പോൾ സുധീഷ് ഇതൊക്കെ അപ്പുറം വന്ന് നിന്ന് കാണുക. അപ്പം നീതു ഭയങ്കര ദേഷ്യം. ഇനി എൻ്റെ മുന്നിൽ വന്ന് പോയേക്കരുത്, നിൻ്റെ കടയുടെ മുന്നിലൂടെ പോലും ഞാൻ ഇനി പോവില്ല എന്നൊക്കെ നീതു പറയുമ്പോൾ, അയ്യോ നീതു, അത് ഞാൻ പറഞ്ഞത് തെറ്റാണോ? അത് ആ സമയത്ത് അറിയാതെ ആദ്യം നീ ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാണെന്ന് പറയാൻ പറഞ്ഞു. അത് എനിക്ക് വേണ്ടി വരാറില്ല. അപ്പം ഞാൻ ആരെ വേണമെങ്കിലും കെട്ടാൻ നിൽക്കുന്ന ആളാണ് എന്നൊക്കെയല്ലേ നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? അപ്പം നീ വന്നത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞോളേടാ മോനെ എന്ന് സുധീഷ് മനസ്സിൽ പറയണം നിന്ന്. അത് പിന്നെ അപ്പം നിന്നെ കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അടിച്ചു വാരിയ വേസ്റ്റ് മുഴുവൻ ഹരീഷിൻ്റെ തലവഴി കമഴ്ത്തിയിട്ട് നീതു അങ്ങ് പോയി. അപ്പോൾ തലേം ഇങ്ങോട്ടെങ്ങ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ സുധീഷ് അങ്ങോട്ടേക്ക് ചെന്നു. അത് കലക്കി. നീ കാണാൻ വന്ന കുമാർ എന്നോട്ടാണ്ടാ ചുരിദാർ ഇടാൻ തുടങ്ങിയെന്ന് ചോദിച്ചു സുധീഷ്. എടോ ഇയാൾ പോയില്ലേ? ഇയാളെ ഞാനെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് പോയാൽ എനിക്കത് കാണാൻ പറ്റുമായിരുന്നോ? ഒന്ന് പോയിക്കൂടെ എടോ എന്ന് ചോദിച്ചു ഹരീഷ്. ടെൻഷൻ ആവാതെ കൂട്ടാ, അവളോട് നീ എന്ത് പറയാനാ വന്നതെന്നൊന്ന് പറ. ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നു. എന്തായാലും അവൾ കൃത്യമായിട്ട് കൊണ്ടുവന്ന് ആ കുപ്പയെല്ലാം കൂടി ഇട്ട് എന്തൊക്കെയാണെങ്കിലും നല്ല മണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം.
ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഹരീഷ് അവിടെ നിന്ന് പോരുമ്പോൾ സുധീഷ് വേഗം വീട്ടിലേക്ക് എത്തി. ഹരീഷ് വന്നപ്പോൾ സുധീഷ് വീട്ടിലുണ്ട്. കുപ്പയെല്ലാം അടിച്ചു കൂട്ടി എല്ലാം വൃത്തിയാക്കി കോർപ്പറേഷനിൽ കൊണ്ടുവന്നാക്കിയിട്ടാണോ നീ വന്നത് എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ ദൈവത്തെ ഓർത്തൊന്നും മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ ഇതുപോലൊരു കഥ എൻ്റെ കൈ കിട്ടി, ഞാൻ ചുമ്മാ ഇരിക്കോടാ പറ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവൻ നിന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സുഭാഷ് കിടക്കാനായിട്ട് പായൊക്കെ വിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ തോളെ കൈയിട്ടുകൊണ്ട് കയറി വന്നപ്പോൾ ഇത് എന്തോന്നോ മോഹാത്ഭുതമാടാ, രണ്ടിനും നേരെ കണ്ട അടി മാത്രം നടക്കുന്നിടത്ത് ഇപ്പോൾ തോളെ കൈയിട്ടുകൊണ്ട് കയറി വന്നത്. അതെ, ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു അതിമനോഹരമായ കാഴ്ച ഞാൻ കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഇയാളെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് ദേഷ്യപ്പെടും. അത് സുഭാഷ് ഏട്ടനോട് പറയണോ വേണ്ടോ എന്ന് ആലോചിച്ച് ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും അവൻ പിന്നാലെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുധീഷ് പാവ ഹരീഷിനെ എടുത്തിട്ട് കുടഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിധിയും നികേഷും എന്തെന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അറിയില്ലേ, ഈ നേരത്തെ അവരെവിടെ പോയതാ, അങ്ങനെ അവർ പറയാതെ പോകേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. സുധീഷ് ദേഷ്യപ്പെടുക. ഇത് എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാകുന്നില്ല എൻ്റെ സുഭാഷ് ഏട്ടാ, നിങ്ങളെ അവൾക്ക് വലിയ ഇഷ്ടമാണ്, ചേട്ടാ എന്ന് വിളിച്ച് എപ്പോഴും പുറകെ നടക്കും. നികേഷു പിന്നെ ചെല്ലക്കുട്ടി അനിയൻകുട്ടൻ നിൽക്കുന്ന മരപ്പൊട്ടനെ പോലും അവൾ ബ്രദറായി കണ്ട് സോഫ്റ്റ് ആയിട്ടാണ് സംസാരിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്, എന്നാൽ എന്നോട് മാത്രം ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഇയാളെ ഞങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പിന്നെ ഏട്ടത്തിയുടെ കാര്യം പറയണമെന്ന് ചോദിച്ചുകൊണ്ട് ഹരീഷ് എന്നപ്പോഴേക്കും എടാ വേണോ, നീ മിണ്ടരുത്, നീ വേണ്ടിയാ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ കാര്യം പറയാത്തത് കേട്ടോ, ഇപ്പോൾ പറയട്ടെ, ഇപ്പം പറയും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്താണെന്ന് ചോദിച്ചു സുഭാഷ്. കുറേ നേരമല്ല നീ പറയുവാനായിട്ട് വരട്ടുന്നു, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. ഒന്നുമില്ല ഏട്ടാ, അയാൾക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഹരീഷ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നികേഷും അതുപോലെ നമ്മുടെ നിധിയും കൂടെ പുറത്ത് പോയിട്ട് കയറി വന്നു. അവർ രണ്ടുപേരും കൂടെ കയറി വന്നപ്പോഴത്തേക്കും സുധീഷ് ഇത് കണ്ട് വയലൻ്റ് ആയിട്ടാണ് അവരോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ സുഭാഷ് ചേട്ടനോട് പറഞ്ഞാണല്ലോ എന്ന് നികേഷ്, നീ മെസ്സേജ് അയച്ച് പറഞ്ഞാണല്ലോ എന്ന് പറഞ്ഞു. ശരി, എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു സുഭാഷ് പറഞ്ഞു. ഓഹോ, അപ്പം എനിക്ക് മെസ്സേജ് ഒന്നും വേണ്ടെന്നാ, ഞാനൊന്നും അറിയണ്ടെന്നാ, എന്തിന് ആരെങ്കിലും ഒരാളെ അറിയിച്ചാൽ പോരെന്ന് ചോദിച്ചു നിധി. ഇനി അറിയിച്ചില്ലെങ്കിൽ തന്നെ എന്താ എൻ്റെ കൂടെയല്ലേ വന്നതെന്നൊക്കെ നികേഷ് ചോദിക്കാം. ഇനി ആരുടെയും കൂടെയല്ല, ഒറ്റയ്ക്ക് കടയിൽ പോയാൽ തന്നെ ഇപ്പം എന്താ കുഴപ്പമെന്ന് ചോദിച്ചു നിധി. ഒരു കുഴപ്പമില്ലാന്ന് സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞു സുധീഷ് വിളിക്കുന്നത്. സുഭാഷ് ഏട്ടൻ വരെ സമ്മതിച്ചു. അപ്പോൾ ആ പ്രശ്നം തീർന്നല്ലോ എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ പോയത് അതിന് തടാ എന്ന് പറഞ്ഞ് നികേഷിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ നിധി അത് മേടിച്ച് സുഭാഷിൻ്റെ കയ്യിൽ കൊടുത്തു. സുഭാഷിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്താ ഇതാണ് ഇൻഡക്ഷൻ കുക്കറോ? ഇത് പവറിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് പറയാം. ഇപ്പം മിക്കവാറും വീടുകളിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതെന്തുകൊണ്ട് വാങ്ങിച്ചില്ല? ഗ്യാസ് തീർന്ന് സുഭാഷേട്ട വിറകടുപ്പിൽ കഷ്ടപ്പെടുമ്പോൾ തൊട്ടടുത്ത കടയിൽ ഇതുണ്ടായിരുന്നല്ലോ, പോയി വാങ്ങി വരായിരുന്നല്ലോ എന്ന് നിധി സുധീഷിനോട് പറഞ്ഞു. അയ്യോ, ഞാനത് മനസ്സിൽ വിചാരിച്ചതാ, സത്യത്തിൽ ഇന്ന് വൈകുന്നേരം വരെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ച് തന്നേ, നാളെ രാവിലെ പോയിട്ട് ആദ്യത്തെ പരിപാടി ഇതാണെന്ന് ഞാൻ ഓർപ്പിച്ചായിരുന്നേ. അപ്പോഴേക്കും നിങ്ങളിത് സാധനമായിട്ട് വന്നിരിക്കുന്നത് എന്തല്ലേ ഞാൻ മനസ്സിൽ കാണുമ്പോഴേക്കും നീതി മരത്തിൽ കാണുന്നെന്ന് പറയുന്നത് ഇതാ എന്ന് പറഞ്ഞ് സുധീഷിന് തട്ടി വിടുക. നമ്മൾ തമ്മിൽ ഒരേ വേവ് ലെങ്ത് ആണല്ലോ എന്നൊക്കെ പറയുമ്പോൾ വെറുതെ നിന്ന് വാച്ച് കടിക്കാൻ നിൽക്കല്ലേ. ഏത് സമയത്തെടുത്ത് വീശാൻ പാകത്തിന് ഒരു ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന ആളല്ലേ, എനിക്ക് അറിഞ്ഞൂടെ നിങ്ങളെന്ന് നിധി പറയുമ്പോഴേക്കും അവരെല്ലാവരും കൂടെ വാപത്തിച്ചിരിക്കുക. അല്ലമോളെ ഇതിലെനിക്ക് പാചകം ചെയ്ത് ശീലമൊന്നുമില്ല, അപ്പം അത് എളുപ്പം സുഭാഷ് ഏട്ടാ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു നിധി. അല്ല, ഇതിൽ വെക്കാനായിട്ട് ചില പാത്രങ്ങളൊക്കെ വേണ്ടേ? അത് വേണം, പക്ഷേ ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് അതിനെപ്പറ്റി ഓർത്തത്. സാരമില്ല, നാളെ ഞാൻ വരുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അടി വരുന്ന സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെയുള്ളതൊന്നും ഇവിടെ ഇല്ലല്ലോ മോളെ എന്നപ്പോഴത്തേക്ക് സുഭാഷ് പറഞ്ഞു. ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇത് പിടിച്ച് നോക്കിയപ്പോൾ സുഭാഷ് പറഞ്ഞു, അല്ല കുറേ വേണ്ടാത്തതെന്നും പറഞ്ഞുകൊണ്ട് കുറേ കെട്ടിപ്പുട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടില്ല, ആ കൂട്ടത്തിൽ കാണത്തില്ല എന്ന് ചോദിച്ചു സുധീഷ്. അത് ശരിയാ, അകത്തെ ചേട്ടപ്പെട്ടിക്കകത്ത് ഒരു ചാക്കിനകത്ത് കുറേ പാത്രങ്ങൾ കെട്ടി വെച്ചിട്ടുണ്ട്, നാളെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു സുഭാഷ്. അങ്ങനെ നിധി ആ സമ്മാനവും മേടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് നമ്മുടെ സുധീഷ് മാറി നിന്ന് ഇങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹരീഷിൻ്റെ ഫോൺ റിങ് ചെയ്തു. ഹരീഷ് ഓടി വന്നാൽ ഫോൺ എടുക്കുക. നീ ഫോൺ എടുക്കുക, എടാ കുപ്പ ഇടാൻ വേണ്ടി തല കാണാത്തതുകൊണ്ട് വിളിക്കായിരിക്കും, എടുക്കടാന്ന് പറഞ്ഞു. സുധീഷ് വന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ സംസാരിക്കത്തില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ പപ്പ പഠിക്കുമ്പോൾ എന്താ രണ്ടുപേരും കൂടെ ഒരു രഹസ്യമെന്ന് ചോദിച്ചു കേട്ടോ സുഭാഷ്. എടാ ഇവന്മാർ വന്നപ്പോൾ മുതൽ ഇങ്ങനെയാന്ന് പറഞ്ഞു. അതൊന്നും ഇല്ല ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് അങ്ങ് ചെന്നു. ആരും പറഞ്ഞില്ല എന്ന് ഞാൻ പറയാമെന്ന് സുധീഷ് ഏട്ടാ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു ഹരീഷ് ചെന്നു. നീ ഇങ്ങനെ കുറേ വെളച്ചിൽ കാണിക്കില്ല, ഞാൻ കാര്യം പറയട്ടാ. എന്താ സുഭാഷ് ഏട്ടാ, നമ്മുടെ വീട്ടിലേക്കുള്ള വഴി തിരിയുന്ന ആ ഒരു ഗാന്ധിനഗറല്ലേ, അവിടെ സുഭാഷ് ഏട്ടൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. സുഭാഷ് ഏട്ടനോടാ ചോദ്യം? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയുന്ന നിറയെ പേരുണ്ടല്ലോ,
എന്താടാ കാര്യമെന്ന് ചോദിച്ചു. അല്ല, ഈ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും സുധീഷേട്ടാന്ന് പറഞ്ഞ് ഹരീഷ് വിളിക്കുമ്പോൾ നീ മിണ്ടരുത്, നീ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഹരീഷിനോട് പറയണം. ഇവന്മാർക്ക് ഇത് എന്താണെന്ന് സുഭാഷ് ചോദിച്ചു. എന്നാലേ നമ്മുടെ ഹരീഷിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ട്. ആ ആളെ കാണാൻ ഇവിടെ ഒളിച്ചും പാത്തും നിൽക്കുമ്പോൾ ഞാൻ മുന്നിൽ ചെന്ന് പെട്ടു. ഇനി ആരാണെന്ന് മനസ്സിലായോ? അപ്പം എനിക്ക് മനസ്സിലായി സത്യം എന്ന് നമ്മുടെ നികേഷ് വെച്ചപ്പോൾ ആടെ സത്യം നീ ചോദിച്ചു നോക്കുക. ആണോ ഹരീഷ് ഏട്ടാ? അത് തന്നെ ആരാടാ എന്നെ കാരെന്ന് പറയടാ. സൂപ്പർ ഷേട്ടിന് വേണ്ടി ഇവൻ ആലോചിച്ച പെൺകുട്ടിയില്ലേ നീത്തു, അവളുടെ ഗേറ്റിൻ്റെ മുന്നിൽ അവളെയും കാത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പം നീതുവിനെ കാണാനായിട്ട് പോയോ? ഇവൻ അവളെ കാണാൻ വേണ്ടി പോയതായിരുന്നേ. പക്ഷേ ഇവൾക്ക് ആരുമായിട്ട് ഗവനിച്ചില്ല. പാവം എന്താ ഉണ്ടായതെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരീഷ് പൊത്തി പിടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോയപ്പോഴേക്ക് ഇവർക്ക് ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചു. അവർ രണ്ടുപേരും കൂടെ എന്തെങ്കിലും തമാശ കാണിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ നിധി, അപ്പോൾ ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന അച്ഛൻ പുറത്ത് ഇങ്ങനെ ഇരുന്ന് പാട്ട് പാടുക. അപ്പോഴത്തേക്ക് നിധി വിളക്ക് കത്തിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നെ എല്ലാവരും കൂടെ വന്നിരുന്ന് പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഹരീഷും സുധീഷും കൂടി ചേർന്ന് ആ ഒരു പെട്ടി ഉണ്ടായിരുന്നല്ലോ, ആ പെട്ടി എടുത്തുകൊണ്ട് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാത്രങ്ങൾ കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുന്ന, എന്നിട്ട് പിന്നെ അതെല്ലാം തുറന്നു നോക്കിയിട്ട് അതിനകത്തുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം എടുത്തു. പിന്നെ വേറൊരു പെട്ടി തുറന്നപ്പോഴത്തേക്ക് ഇവരുടെ കുഞ്ഞുനാളിലത്തെ പുസ്തകം വെച്ചിരുന്ന ബാഗ് കാര്യങ്ങളെല്ലാം കിട്ടി. അങ്ങനെ ഇവരതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തൊക്കെ ഇങ്ങനെ നോക്കുക. അങ്ങനെ പണ്ടത്തെ ഓരോ സാധനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതെല്ലാം തപ്പിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോന്ന് കിട്ടുമ്പോൾ നിധി എന്താ അതെന്താന്നൊക്കെ ഇങ്ങനെ സുഭാഷിനോട് ചോദിക്കുക. അപ്പോൾ അത് ഇന്ന സാധനങ്ങളൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് പറയണം. അങ്ങനെ ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹരീഷിനോടാണെങ്കിൽ ഇങ്ങനെ ഓരോ വഷളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ സുധീഷ്. അപ്പോൾ ഹരീഷാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മിണ്ടായിരുന്നോളാൻ പറഞ്ഞു. രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുമ്പോൾ എന്താടാ ഇവിടെ എന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്നേ ഞങ്ങൾ ചുമ്മാ എന്ന് പറഞ്ഞിട്ട് സുധീഷ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതിനകത്ത് പാത്രങ്ങളൊന്നും കാണുന്നില്ലല്ലോ സുഭാഷ് ഏട്ടാന്ന് നിധി. കൊണ്ടുപോളെ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പാത്രം ഉണ്ടെന്ന് പറഞ്ഞ ഒരു ചാക്കിൽ നിന്ന് കുറേ പാത്രങ്ങൾ എടുത്തു. അപ്പം ഇതെല്ലാം അതൊന്ന് പുറത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞ ആ പാത്രം നിധി എന്നിട്ട് എടുത്ത് നികേഷിൻ്റെ കൈ കൊടുത്തു. അപ്പോൾ അടി വരുന്നത് അതുപോലെ നമ്മുടെ ചപ്പാത്തി പലക അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ പെട്ടെന്നിരിക്കുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു മുഖം മൂടി കിട്ടി. അതെടുത്ത് നമ്മുടെ സുധീഷ് ഹരീഷിന് മുഖത്ത് വയ്ക്കാൻ നോക്കുമ്പോൾ മര്യാദക്കിരിക്കടാ, അതിനകത്ത് ആകെ പൊടിയായിട്ടിരിക്കുകയാണെന്ന് സുഭാഷ് പറഞ്ഞു. ഇടാൻ നല്ല ഭംഗിയുണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോഴാണ് നികേഷ് ഈ പാത്രമൊക്കെ ആയിട്ട് പുറത്തേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് പുറത്ത് വെച്ചു. ആ സമയത്ത് കുഞ്ഞിലത്തെ ഉടുപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ നിധി ഇങ്ങനെ എടുക്കുക. അങ്ങനെ ഇതെല്ലാം എടുത്ത് നമ്മുടെ നിധി ഇങ്ങനെ ഇവരെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫ്ലാഷ് ബാക്കുകൾ ഓരോന്നും നമ്മുടെ സുഭാഷ് നിധിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനിങ്ങനെ വെച്ചേക്കുന്നത്, ഇതൊക്കെ കളഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ സ്ഥലം കെടുത്താനായിട്ട് വെറുതെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണമെന്ന് നിധി ചോദിച്ചു. അപ്പോൾ അതിൽ നിന്നൊന്നും ഒരു പാവ കിട്ടി നികേഷ് ഓടി വന്ന പാവ എടുത്തിട്ട് ഇനി ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ നിധി ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നോക്കുക. അപ്പോൾ കുറേ തുണിയുടെ പെട്ടിയും അതും ഇതെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു. ആ സമയത്ത് അച്ഛൻ ചോദിച്ചത് എന്താണോ എല്ലാം കൂടെ പുറത്ത് കൊണ്ടിടുന്നത്, അല്ല എല്ലാ കുപ്പയും കൂടി ഒന്നിച്ച് കത്തിക്കാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. എന്ത് എന്നൊക്കെയാടാ ഈ പറയുന്നത്? അച്ഛനിങ്ങനെ എടുത്ത് നോക്കുക. ആ സമയത്ത് വേറൊരു പെട്ടി തുറന്നു. അപ്പോൾ അതിൽ നിന്ന് കുറേ ഫോട്ടോസ്. ഇതെന്താ സുഭാഷ് ഏട്ടാന്ന് നിധി ചോദിച്ചു. ഇതിപ്പോൾ പണ്ട് കാലത്തെ കുറച്ച് കുഞ്ഞിലത്തെ കുറേ ഫോട്ടോസാന്ന് പറയാം. നമ്മുടെ ചെറിയ വയസ്സിലെ ഫോട്ടോസ്, ചെറുപ്പത്തിലെ ഫോട്ടോസോ? അയ്യോ ഇതൊക്കെ എവിടെ ഇരിക്കുകയായിരുന്നോ, ഞാൻ കുറേ അന്വേഷിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് വരുന്നു. അപ്പോൾ സുധീഷ് വന്ന് നോക്കുമ്പോൾ ഫോട്ടോസ് എല്ലാം നിധി എടുത്ത് നോക്കുക. ആദ്യം നിധിയുടെ കൈ കിട്ടുന്നത് ഇവരുടെ അമ്മയും ഇവരും 4 പേരും കൂടെ നിൽക്കുന്ന ആ ഒരു ഫോട്ടോയാണ്. അപ്പം നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോഴേക്കും ഭയങ്കര സന്തോഷം. ഇത് ഹരീഷ് ഏട്ടൻ, ഇത് സുഭാഷ് ഏട്ടൻ, ഇത് സുധീഷ് ഏട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നികേഷ് ഓരോരുത്തരെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ അമ്മയും മക്കളുമായിട്ടുള്ള ഫോട്ടോ ഒക്കെ നോക്കിയപ്പോൾ ഇതിനകത്ത് ഒരു ഫോട്ടോ ഇല്ല. അപ്പോഴത്തേക്കും നമ്മുടെ നിധി ഇങ്ങനെ നോക്കി. അപ്പോൾ നികേഷ് ആണെങ്കിൽ ഇതിൽ ഞാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, എടാ ഹരീഷ് വരാന്ന് ചെറിയ കുട്ടിയല്ലേ, നീ അതിലും ചെറുതായിരുന്നടാ, നീ തൊട്ടിൽ കിടക്കുന്ന പ്രായമല്ലേ, അതാ കാണാത്തതെന്ന് സുധീഷ് പറഞ്ഞു കേട്ടോ. കാരണം നമ്മുടെ നികേഷിൻ്റെ ഫോട്ടോ അതിലില്ല. നിങ്ങളെന്താ അമ്മയുടെ ഫോട്ടോ വീട്ടിൽ തൂക്കാത്തതെന്ന് ചോദിച്ചു നിധി. അതിന് അമ്മയുടെ തനിയുള്ള ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നേ, അതുകൊണ്ടാണ് തൂക്കാതിരുന്നതെന്ന് പറഞ്ഞു. എടാ ഇനി ഇതെല്ലാം എടുത്ത് ഉള്ളിൽ കൊണ്ടുവച്ചേക്കടാ, ഇനിയിപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് പാത്രമൊന്നും കിട്ടിയില്ലോ, വാ നമുക്ക് എടുത്ത് വെക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോസ് എല്ലാം കൂടെ സുഭാഷ് നിർബന്ധിച്ചെടുത്ത് വെക്കാൻ പോകും. അപ്പോൾ ഈ നികേഷിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അപ്പോൾ ഇവരിത് ഫോട്ടോ വേഗം ഇവിടുന്ന് ഒഴിവാക്കാനായിട്ട് നോക്കുമ്പോൾ നിൽക്കേട്ടാ വരട്ടെ ഏട്ടാ, ഇത് ഇനി എത്ര ഫോട്ടോ കിടക്കുന്നു നോക്കട്ടെ എന്ന് നികേഷ് പറഞ്ഞു. എടാ നികേഷേ, നീ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കാൻ പോകുന്നേടാ, വേറെ എന്തെല്ലാം പണിയുണ്ട് ഇവിടെ? അതെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയുമ്പോൾ നികേഷ് ഇങ്ങനെ ഇത് നോക്കാതെ വിടുന്നില്ല. പക്ഷേ നികേഷിന് ഇവർ സമ്മതിക്കുന്നില്ല ഇത് നോക്കാനായിട്ട്. നിൽക്ക നമ്മൾ ഏതായാലും കണ്ടു തുടങ്ങിയതല്ലേ, ഇത് മുഴുവനാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് പറയാം. ചിലപ്പോൾ സുധീഷ് ഏട്ടൻ്റെ ബാഗും ഹരീഷൻ്റെ ഉടുപ്പും പോലെ എൻ്റെ നിങ്ങൾ ഒളിച്ചിരിപ്പുണ്ടോയെന്ന് അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ നികേഷ് പറയണം. അങ്ങനെ ഇവരിതെല്ലാം എടുത്ത് നോക്കുക. അപ്പോഴേക്കും അവർക്ക് 3 പേർക്കും ടെൻഷനായി.
ഭയങ്കര ടെൻഷൻ മൊത്തം ഇരുന്ന് ഇങ്ങനെ നമ്മുടെ നികേഷ് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരീഷ് വിളിക്കുക. പെട്ടെന്ന് വേഗം നേരത്ത് മാറിക്കോ, കുഴപ്പമില്ല എന്നൊക്കെ എന്ന് പറഞ്ഞു. അതാ കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു ഫോട്ടോ. അപ്പോൾ ഇവർ 3 ചേട്ടന്മാരും നമ്മുടെ നികേഷും കൂടെ നിൽക്കുന്നത്. നികേഷ് കുഞ്ഞായിരുന്നപ്പോൾ ഉള്ളൊരു ഫോട്ടോ. അങ്ങനത്തെ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുക. അത് കണ്ടപ്പോൾ ഇത് സുഭാഷ് ഏട്ടൻ, ഇത് സുധീഷ് ഏട്ടൻ, ഇതാണ് ഹരീഷ് ഏട്ടൻ, ഇതാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവരുടെ ശ്വാസം നേരെ വീണു കേട്ടോ. അങ്ങനെ നിധി ഇത് കണ്ടു. അങ്ങനെ നിധി ആ ഫോട്ടോയെ പറ്റിയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുക. അങ്ങനെ അവരിതേ ഫോട്ടോയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നു. പിന്നെയും നികേഷ് അപ്പോഴും ഇതെന്താ ഞാനും അമ്മയായിട്ടുള്ള ഫോട്ടോ ഒന്നും ഇല്ലാത്തേ എന്ന് നമ്മുടെ നികേഷ് അന്നേരം ചോദിച്ചു. അപ്പോൾ നിധിക്കൊന്നും തോന്നുന്നില്ല. നിധി ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര ടെൻഷൻ ഇവർക്ക് 3 പേർക്കും. അവർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഇത് സുഭാഷ് ഏട്ടനാന്നേ, ഇത് സുധീഷ് ഏട്ടനും അമ്മ, ഇതെല്ലാവരും അമ്മയായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഞാനായിട്ടുള്ള ഫോട്ടോ ഇല്ലല്ലോ, അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ നികേഷ് ഇങ്ങനെ എന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കാം. ഇനി മതി നോക്കിയത് ഇങ്ങനെ വന്നേന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെ വയ്ക്കുമ്പോൾ അതാ വേറൊരു ഫോട്ടോ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിധി ഒരു ഫോട്ടോ എവിടെ നിന്ന് അങ്ങോട്ട് എടുത്തപ്പോൾ ഒരു ചേച്ചിയുടെ ഫോട്ടോ. അപ്പോൾ അത് വേറെ ഏത് ഫോട്ടോ അതിനകത്ത് വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുഭാഷ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് വേറൊരു ചേച്ചിയുടെ ഒരു ഒറ്റയ്ക്കുള്ളൊരു ഫോട്ടോ. അതെടുത്ത് നിധി അങ്ങോട്ടേക്ക് വെച്ചു. അപ്പോഴത്തേക്കും നികേഷ് എടുത്ു. ഇതാരാ സുഭാഷ് ഏട്ടാ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ എനിക്കങ്ങും അറിയത്തില്ല, ഇതങ്ങ് ആരാ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടൻ ആ ഫോട്ടോ എടുത്തൊരു അറിയില്ലെന്നോ. അതെന്താ സുഭാഷ് ഏട്ടൻ അറിയാത്ത അങ്ങനെ സുഭാഷ് ഏട്ടൻ അറിയാണ്ടിരിക്കുന്നത്? എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് ടെൻഷനാവുക. നമ്മുടെ ഫോട്ടോ സൂക്ഷിച്ചിരുന്ന പെട്ടിയിൽ ഇവരുടെ ഫോട്ടോയുണ്ട്, എന്നിട്ടും ആരാണെന്ന് സുഭാഷ് ഏട്ടൻ അറിയാൻ പാടില്ല. അതങ്ങനെ ശരിയാകും എന്നൊക്കെ നികേഷ് ഇങ്ങനെ ചോദിക്കുക കേട്ടോ. മൊത്തത്തിൽ പെട്ടപ്പോൾ നിധിക്ക് എന്തോ പ്രശ്നം തോന്നിയപ്പോഴത്തേക്ക് അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് സാധനമൊക്കെ എടുത്ത് പുറത്തേക്ക് കൊണ്ടിടുക. നീ മറന്നുപോയാൽ കണിയാപുരത്ത് വീടുള്ള ഇവരൊന്നും നിനക്കറിയില്ലടാ, കാലം എത്രയടാ നമ്മളായിട്ടുള്ള കണക്ഷൻ ഇല്ലാണ്ടായിട്ടെന്നൊക്കെ ഇങ്ങനെ സുധീഷ് പറയാം. സുഭാഷ് ചേട്ടന് പക്ഷേ ഓർമ്മ കാണുമല്ലോ, ചേട്ടൻ ഓർമ്മയില്ലേ അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതേ ചെറിയമ്മ കണിയാപുരം ചെറിയമ്മ, കണിയാപുരത്തുള്ള ചെറിയമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കിടന്ന് കളിക്കാം. കണിയാപുരത്ത് ചെറിയമ്മയോ എന്നും ചോദിച്ച് നികേഷ് ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ ഇത് തപ്പിക്കൊണ്ടിരിക്കാം. പഴയ സാധനങ്ങളെല്ലാം കൂടെ പുറത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് അച്ഛനകത്തേക്ക് കയറി എന്നിട്ട് എന്തോ ആടെ ഇവിടെ നടക്കണേ എന്ന് ചോദിച്ചു. കണ്ട കുപ്പിയും ചവറും എല്ലാം കൊണ്ട് ഉമ്മറത്താണോടാ കൊണ്ട് വെക്കുന്നത് എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ മക്കൾ ഓടി വെച്ചു. മക്കൾ അന്നേരം ഇങ്ങനെ ആയിട്ട് നിൽക്കുക കേട്ടോ. നികേഷ് അന്നേരം അച്ഛനെ മൈൻഡ് പോലും ചെയ്യുന്നില്ലേ. നിധിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും തപ്പിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പണ്ടത്തെ ഒരു ഫോട്ടോ, അച്ഛൻ്റെ ലോറിയും അച്ഛനെയും കൂടെ കണ്ടപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് നിധി അത് കാണിച്ചു കൊടുത്തു. അദ്ദേഹം വന്നത് എടുത്ത് നോക്കിയപ്പോൾ ഇതേ ഞാൻ ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത കാലമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ പണ്ടത്തെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ പണ്ടത്തെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമായിരുന്നു എന്നൊക്കെയുള്ള കാര്യമൊക്കെ ഭാസ്കരേട്ടൻ ഇങ്ങനെ പറയുന്നു. അപ്പോഴേക്കേടാ മോറ്റെന്ന് പറഞ്ഞിട്ട് സുഭാഷ് ഏട്ടൻ സുധീഷിനോട് പറഞ്ഞു പതുക്കെ. എന്നിട്ട് സുധീഷ് ആ പെട്ടി ഇങ്ങനെ അടച്ച് വെക്കാൻ നോക്കുമ്പോൾ നമ്മുടെ നികേഷ് തപ്പിക്കൊണ്ടിരിക്കാനെ തോരുന്നു. ഇത് ഒരുപാട് പടങ്ങളുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ ആ ഫോട്ടോയും അച്ഛൻ മാറ്റി ഇത് കാണിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുത്തിങ്ങനെ. എന്നിട്ട് ഇപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്ന ഫോട്ടോയൊക്കെ കണ്ടു അച്ഛൻ. അപ്പോഴത്തേക്ക് അച്ഛന് ഭയങ്കര സന്തോഷം. നന്നായിരിക്കുന്നല്ലേ എന്ന് അച്ഛൻ ഇങ്ങനെ ഇവരോട് പറയണു. അങ്ങനെ ഇവർ ഈ കാര്യമെല്ലാം നോക്കി ഫോട്ടോയിൽ ഇങ്ങനെ തൊട്ടിങ്ങനെ നിൽക്കാം. സുഭാഷ് അങ്ങനെ ഓരോരുത്തരുടെ പേരും ഒക്കെ അച്ഛൻ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നു. ഇതെന്താ അച്ഛൻ ഞാനും അമ്മയും കൂടെയുള്ള ഫോട്ടോസ് ഒന്നും ഇല്ലാത്തത് ഇന്ന് നികേഷ് അന്നേരം അച്ഛനോട് ചോദിച്ചു. അപ്പോഴേക്കും അച്ഛൻ്റെ മുഖം അങ്ങ് വല്ലാതെ ആയി. വേറെ ഏതൊക്കെ ഫോട്ടോസ് ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഫോട്ടോസൊക്കെ നോക്കുക. അപ്പോഴേക്കും ഒരു ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും ഈ ഹരീഷ് അത് പിടിച്ച് വലിച്ചു പറിച്ചിങ്ങ് മേടിക്കുക. ഇങ്ങനെ തന്നെ ഹരീഷേ ഇങ്ങനെ തന്നെ. അപ്പോഴത്തേക്ക് സുധീഷും പിടിച്ചു. അച്ഛനിങ്ങ് തന്നേന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും മറ്റേ ഫോട്ടോ തല ഇതായിട്ട് അങ്ങ് വീണു. അച്ഛൻ ആ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ ആ കണ്ട സ്ത്രീയുടെ ഫോട്ടോ അത് കണ്ടപ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ ഇവരെ തുറിച്ച് നോക്കുക. മക്കളും വല്ലാത്തൊരിതിൽ നിൽക്കും. അപ്പോൾ ഈ ഫോട്ടോയ്ക്ക് എന്താ അച്ഛാ പ്രശ്നം? ഈ ചെറിയമ്മയുടെ ഫോട്ടോ കാണാൻ അച്ഛനെ തന്നെ ദേഷ്യപ്പെടുന്ന നോക്കുന്നതെന്ന് നമ്മുടെ നികേഷ് അന്നേരം ചോദിച്ചു. അത് അവരുടെ പേര് രേവതി ചെറിയമ്മ എന്നാ. എന്നിട്ട് തന്നെ ഈ ചെറിയമ്മയെ പറ്റി എന്നോടെന്താ പറയാതിരുന്നെന്ന് നികേഷ് ചോദിച്ചു ഇവരോട്. അച്ഛനാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ്. ഇവർ നമ്മളുമായിട്ട് ഉള്ള ബന്ധമൊന്നും ഇല്ലാത്ത എന്താ അവരെന്താ നമ്മൾ കോൺടാക്ട് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കാം. അന്നേരം സുധീഷ് അവരുമായിട്ട് നമുക്കൊരു ടച്ച് പോലും ഞാൻ പറഞ്ഞില്ലേ, അതാ അച്ഛനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ മുന്നിലും കൂടി ഈ കാര്യം അവതരിപ്പിച്ച് വെക്കുകയാണ് ഇവർ. അങ്ങനെ നിൽക്കുമ്പോൾ ആ സ്ത്രീ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ അത് നമ്മുടെ നികേഷിൻ്റെ കയ്യിൽ കിട്ടി. നികേഷ് എന്നൊരു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. സുഭാഷും അച്ഛനും ഒക്കെ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അങ്ങനെ ഇത്രയും കാലം മറിഞ്ഞിരുന്ന ഓരോ രഹസ്യങ്ങളും ഓരോന്നായി പുറത്തേക്ക് വരുന്നു. വലിയൊരു രഹസ്യത്തിൻ്റെ കൂമ്പാരമാണ് സുഭാഷിൻ്റെയും സുധീഷിൻ്റെയും ഒക്കെ വീട് എന്നുള്ളൊരു തെളിവ് കൊണ്ടിട്ടിട്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ആഴ്ച അറിയാം എന്തൊക്കെയാണ് ഇവർ മറച്ചു വെച്ചിരുന്ന രഹസ്യം. ഇത് നിധിയോട് ഇവർ പറയുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.